നിങ്ങളെല്ലാവരും കണിക്കൊന്ന കണ്ടു കാണും അല്ലേ? ഏപ്രിൽ മാസത്തിൽ വിഷുവിന് കണി വെക്കുന്ന കണിക്കൊന്ന പൂ. പക്ഷേ ചരക്കൊന്ന കണ്ടു കാണൂല. ഇതാണ് ചരക്കൊന്ന പൂ. മഞ്ഞ കളറിലുള്ള ഇപ്പം നിറയെ കാണാൻ കഴിയും പലയിടങ്ങളിലായിട്ട്. ഞാനിപ്പോൾ ഉള്ളത് KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, കണ്ട അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. എൻ്റെ പുറകിൽ അംബേദ്കർ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിന് ചുറ്റും ഇപ്പോൾ ചരക്കൊന്ന കാണാൻ കഴിയും. ഇവിടെ മാത്രമല്ല, എല്ലായിടങ്ങളിലും ഉണ്ട്. കലാലയങ്ങളും അതുകൂടാതെ തന്നെ റോഡ് സൈഡിലുള്ള ഇരുവശങ്ങളിലായിട്ട് തണൽ മരമായിട്ടും പാർക്കുകളിലൊക്കെ ആയിട്ട് വെച്ചുപിടിപ്പിച്ച ഒരു മരമാണ് ഈ ചരക്കൊന്ന. അധികം ആൾക്കാർക്ക് അറിയില്ല ഇതിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ പേര് വേറെ വല്ലതും ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്കറിയാവുന്ന പേരാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ചരക്കൊന്ന. നല്ല ഭംഗിയായി കാണാൻ. ഞാനപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കണം. തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. ഇതിൻ്റെ ജന്മദേശം എന്ന് കരുതപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാറും അതുകൂടാതെ ശ്രീലങ്കയൊക്കെയാണ്. ഒരു ദ്വീപ് പ്രദേശത്താണ്. ഇത് ഇലപൊഴിയും ഒരു വൃക്ഷമാണ്. അതായത് മഞ്ഞ അഗ്നി വൃക്ഷമെന്നും അതുകൂടാതെ അഗ്നി ജ്വാല പുഷ്പം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പിന്നെ ചരക്കൊന്ന എന്നാണ് ശരിക്കും മലയാളികൾക്കിടയിൽ പറയുന്നത്. പക്ഷേ അതും ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു, പലർക്കും അറിയില്ല. പലരും തർക്കിച്ച് ഇതല്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് പലർക്കും വ്യക്തമായ ധാരണയില്ല. അപ്പോൾ ഞാനിത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിൻ്റെ ഇലയൊക്കെ എടുത്ത് കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. ഇത് തണൽ മരമായിട്ട് നമ്മുടെ കേരളത്തിൽ നിറയെ കാണുന്നത്. ഇന്ന് ഞാൻ സേലത്തിന് ചുറ്റും നോക്കിയപ്പോൾ ഇന്നല്ല എന്നും കാണുന്ന കാഴ്ചയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒരു ഭംഗിയുണ്ടായിരുന്നു. കാരണം പച്ച ഗ്രൗണ്ടിൽ ചുറ്റിനും മഞ്ഞ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്നാണ് ധാരാളം കുട്ടികളുണ്ടായിരുന്നു കളിക്കാൻ. അങ്ങനെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഇന്ന് സമ്മാനിച്ചത് ഗ്രൗണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഇതാണ് ചരക്കൊന്ന. അതായത് നമ്മൾ സാധാരണ കണിക്കൊന്നയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കാണുന്ന കാഴ്ചയാണ് എല്ലാവരും. പക്ഷേ ഇതിൻ്റെ പേര് പലർക്കും അറിയില്ല. ഞാൻ ഗ്രൗണ്ടിൽ വന്ന എല്ലാവരോടും ചോദിച്ചു, ആരും അതിന് വ്യക്തമായൊരു ആൻസർ എനിക്ക് തന്നില്ല. ലാസ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമം നടത്തുക. മറ്റേ വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.